ഇംതിയാസ് കരീം മലപ്പുറത്ത് നിന്നാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇംതിയാസ്, 36 ലക്ഷം ആളുകളാണ് മലപ്പുറം ജില്ലയിൽ ഇന്ന് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ബൂത്തുകളിലേക്ക് എത്തുന്നത്. ഏറ്റവും അധികം ആളുകൾ എന്ന് തന്നെ നമുക്ക് പറയാം. സാധാരണഗതിയിൽ നോക്കുകയാണ് എങ്കിൽ ഈ നമ്മുടെ നിയമസഭാ പാറ്റേൺ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ CPM-ന്റെ കോട്ടയാണ് ഉത്തര കേരളം എന്ന് പറയുന്നത്. പക്ഷേ മലപ്പുറത്തെ ചിത്രം വ്യത്യസ്തമാണ്. അവിടെ 90 ഡിവിഷനുകളിൽ മത്സരം നടക്കുന്നുണ്ടെങ്കിൽ 70 ഇടത്തും UDF ആണ്. അവിടെ എന്താണ് പ്രതീക്ഷ? ഏതൊക്കെ ഇടങ്ങളിലാണ് ശക്തമായ പോരാട്ടം നടക്കുന്നത്? മധുസജീം, തീർച്ചയായിട്ടും തെക്കൻ കേരളത്തിൽ ഒരു പക്ഷേ ഈ വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ കണക്കിലൊരു ആത്മവിശ്വാസക്കുറവ് മുന്നണികൾക്കുണ്ടായിരുന്നുവെങ്കിൽ പക്ഷേ ഇന്ന് രാവിലെ UDF-ന്റെ അടക്കം CPM-ന്റെ ഒക്കെ നേതാക്കൾ വടക്കൻ കേരളത്തിൽ ഒരു പ്രതീക്ഷ പോളിംഗ് പെർസെൻറ്റേജിൽ പറയുന്നുണ്ട്. ആത്മവിശ്വാസം അവരൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലാണ്. തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡ് ബൂത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കൊപ്പം ഞാനൊരു ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം കാണിക്കാം. എനിക്കൊപ്പം 2 പേരുണ്ട്. ബിജിലയും അവരുടെ സഹോദരി, ഇല്ലേ, 2 സഹോദരികൾ. ഇവർ വോട്ട് ചെയ്യാൻ വന്നതാണ്. വീൽ ചെയറിലാണ് ഇവർ 2 പേരും. വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ നിന്നതാണ്. വോട്ട് ചെയ്തു. എല്ലാ തവണയും വന്ന് ഇങ്ങനെ വോട്ട് ചെയ്യാറുണ്ട്. ഇതൊരു പുതിയ അനുഭവമാണ്. ഞങ്ങൾ ഫസ്റ്റാണ് ഇങ്ങനെ മദ്രസിൻ്റെ ഉള്ളിലൊക്കെ കയറി അങ്ങനെ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രത്യേക അനുഭവമായി. പ്രധാനപ്പെട്ട കാര്യം ആളുകളൊക്കെ പറഞ്ഞത് നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടുന്ന 2 പേരാണെന്നാ. പാട്ട് പാടുമോ? ഞങ്ങൾ മ്യൂസിക് ഓൺ വീൽസ് എന്ന ഒരു ട്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്, വീൽ ചെയറിലില്ലേ. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ നിങ്ങളുടെ ഒരു പാട്ടാവാണ്. ചെമ്പകപ്പൂ തേനിതളതരം ചന്ദിര സുന്ദര പൂമുഖമതിർപ്പം ഗസലുകൾ തൻ പൊന്നൊളിക്കാലെ ആടുന്നു സുലകവിവി മുഞ്ചായ മഞ്ചുകൾ കകിലും കഞ്ചകമേറിയ യൂസഫ് നദിയിൽ ചഞ്ചലപ്പൂ മിഴിവണ്ണിലൊളി കണ്ട് സുലകവി വലയെറിയേ ചെമ്പകപ്പൂ. മാധു, ഞാനിത് കാണിക്കാൻ കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വോട്ട് ചെയ്യാതെ ചിലരെങ്കിലൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ ഈ ദൃശ്യം ഒന്ന് കാണണം. വളരെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും വോട്ട് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നവരാണ് ഇവരൊക്കെ. അതാണ് ഇത് പറയാൻ കാരണം. നീ നേരത്തെ മാധു സജി സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ UDF-ന്റെ ഒരു പൊന്നാപുരം കോട്ടയാണ് മലപ്പുറം എന്നൊക്കെ നമ്മൾ എല്ലാ തവണയും പറയാറുണ്ട്. ഇത്തവണയും ആത്മവിശ്വാസം ഒക്കെ തന്നെയാണ് മുന്നണികൾ, പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും ഒക്കെ ഇന്നൊക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇത്തവണ ചില വിവാദ വിഷയങ്ങളടക്കം ചർച്ചയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള UDF-ന്റെ കൂട്ടുകെട്ടാണ്. അത് വെൽഫെയർ പാർട്ടിയുടെ ഒരു ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും UDF വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും മലപ്പുറത്തെ CPM ഒരു രാഷ്ട്രീയ ആയുധമാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ ചർച്ചയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം, അതുപോലെ തന്നെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം, ഇതൊക്കെ UDF-ഉം അതല്ലെങ്കിൽ CPM-നെതിരെ UDF-ഉം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം CPM UDF-നെതിരെ ഒക്കെ ചർച്ചയാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് LDF അവരുടെ നില മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് മലപ്പുറത്ത് പ്രധാനമായും വെച്ചു പുലർത്തുന്നത്. അതിനുള്ള തേരോട്ടമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം, അതും വലിയ ചർച്ചാ വിഷയമാക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. എന്തായാലും തൃക്കലങ്ങോട് പഞ്ചായത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടെ നിന്നുള്ള മനോഹരമായ ദൃശ്യം കൂടെയാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത്, ഈ വോട്ടിംഗ് സമയത്ത് നമ്മൾ കണ്ടത്. മാധു സജി, വിവരങ്ങൾ ഒരു പാട്ടും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. എന്തായാലും അവരുടെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇംതിയാസ് കരീമും നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഇന്ന് വോട്ട് രേഖപ്പെടുത്താൻ ഏത് വെല്ലുവിളിയും അതിജീവിച്ചുകൊണ്ട് എല്ലാവരും എത്തണം എന്നുള്ളതാണ്. അത് നോക്കൂ, നമ്മുടെ ചൂണ്ടുവിരലിൽ മഷി പുഴരുന്ന ഈ ഒരൊറ്റ ദിവസം മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു സന്ദേശം നൽകാൻ കഴിയുന്നത്. നമ്മളെ നയിക്കാൻ നമ്മൾ നിയോഗിക്കുന്ന ആളുകൾ തന്നെ വേണം എന്നുള്ളത് നമ്മുടെയൊക്കെ ആത്മാഭിമാനത്തിന്റെ ഭാഗമാണ്. അതിൽ പങ്കുചേരാൻ കഴിയുന്ന, അത് നോക്കൂ, നമ്മുടെ രാജ്യം വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ അവകാശം, ജനാധിപത്യ അവകാശം രേഖപ്പെടുത്താനുള്ള അവകാശത്തിന്റെ പേരിൽ വലിയ പോരാട്ടവും വലിയ ചർച്ചകളും ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള ബൂത്തിൽ പോയി ഒരു വോട്ട് രേഖപ്പെടുത്തുന്നതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ അത് ഒട്ടും ആരോഗ്യകരമായ ജനാധിപത്യ സന്ദേശമല്ല എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെക്കൻ കേരളത്തിൽ ആദ്യഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറവായിരുന്നു എന്നുള്ളതൊരു വെല്ലുവിളിയായി വടക്കൻ കേരളം ഏറ്റെടുക്കണം എന്നുള്ളതാണ് നമുക്കൊക്കെ പറയാനുള്ളത്.